ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലി 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ആദ്യത്തെ പ്രവർത്തനം വായിച്ചു നോക്കാം, വായിക്കാം, എഴുതാം. വിടർന്നു വരുന്ന ഒരു വാഴയുടെ കൊമ്പ് പോലെ ഞാൻ എൻ്റെ ചെറിയ കണ്ണുകൾ തുറന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കി രസിക്കാൻ ആരംഭിച്ച കാലത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കേട്ടു, ഞങ്ങളുടെ ജാനമ്മ ടീച്ചർ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എനിക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കും, അല്ലാതെ ജാനമ്മ ടീച്ചർ എവിടെയും പോവുകയോ? നല്ല കഥ. എവിടേക്ക്? എന്തിന്? ഇനി അഥവാ പോവുകയാണെങ്കിൽ അതോർത്തപ്പോൾ സങ്കടം തോന്നി. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. തിന്നുവാൻ പറ്റാത്ത ബിസ്ക്കറ്റ്. ടി പത്മനാഭൻ. ഇനി ചോദ്യങ്ങൾ നോക്കാം. വിടർന്നു വരുന്ന വാഴയുടെ കൂമ്പ് എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? കണ്ണ്, പ്രഭാതം, കാഴ്ച. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? കണ്ണ്. ഇനി അടുത്തത്, എനിക്കവരെ വളരെ ഇഷ്ടമായിരുന്നു. ആരെ? അമ്മുക്കുട്ടിയെ, ജാനമ്മ ടീച്ചറെ, വാഴകളെ. അതിവിടെ തന്നെയുണ്ട്, ജാനമ്മ ടീച്ചറെ. ഇനി അടുത്തത്, ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. എന്ത്? അമ്മുക്കുട്ടി കളവ് പറഞ്ഞത്. ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടത്. ജാനമ്മ ടീച്ചർ പിരിഞ്ഞു പോകുന്നത്. അമ്മുക്കുട്ടി കളവ് പറഞ്ഞതായിരിക്കാം എന്ന് ചിന്തിക്കാൻ കാരണം എന്ത്? ജാനമ്മ ടീച്ചറെ ഇഷ്ടമായിരുന്നതിനാൽ, അമ്മുക്കുട്ടിയെ ഇഷ്ടമല്ലാത്തതിനാൽ, മറ്റാരും സ്നേഹിക്കാത്തതിനാൽ. ശരിയായ ഉത്തരം ജാനമ്മ ടീച്ചറെ ഇഷ്ടമായിരുന്നതിനാൽ. സ്നേഹം നിറഞ്ഞ ഒട്ടേറെ അനുഭവങ്ങൾ ഓർമ്മിക്കുവാനുണ്ടായിരുന്നു എനിക്ക്. അവ ഓർമ്മിച്ചപ്പോൾ ഉണ്ടായ വികാരം എന്ത്? സന്തോഷം, കാരുണ്യം, സങ്കടം. ഓക്കെ. ഇനി അടുത്തത്, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് അറിയാനുള്ളത്. കാറ്റിനോട് ഒരു കഥ കൂടി ചോദിച്ചറിയണമെന്നുണ്ട്. കടലിനൊപ്പം കരയണമെന്നും ആകാശത്തോട് ഒരാശ പറയണമെന്നും ആ ചില്ലകളിലെ അണ്ണാറക്കണ്ണനോട് ഒരു പുതിയ പഴത്തിൻ്റെ രുചി അറിയണം. സ്ഫടികപാത്രത്തിലെ പരൽമീനുകളോട് പുഴയുടെ സ്വപ്നം അറിയണം. ഒറ്റയ്ക്കിരിക്കാൻ നേരമില്ലാത്തതിനാൽ, നാവിൻ നാട്ടുഭാഷ വിടരാത്തതിനാൽ, ഓരോന്നും വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ പാഞ്ഞു പോകുന്നു. അഭിരാമി. സാധ്യമെന്ത് എന്ന കവിതയിലെ വരികൾ നിങ്ങൾ ആസ്വദിച്ചതാണല്ലോ. അറിയാനുള്ളത് എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ആകാശം എന്ന അർത്ഥം വരുന്ന പദമേത്? വാനം, വാഹിനി, മുകിൽ. അപ്പോൾ വാനം എന്നാണ് ആകാശത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. സാധ്യമെന്ത് എന്ന കവിതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാൻ വന്നിട്ടുണ്ട്. അപ്പം സാധ്യമെന്ത് എന്ന കവിതയുടെ ആശയം നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ തന്നിരിക്കുന്ന കവിതയുടെ ആശയങ്ങൾ നമ്മൾ എഴുതിയിട്ട് രണ്ടും താരതമ്യം ചെയ്യുക. നമുക്ക് ചുറ്റും മനോഹരമായ ഒട്ടേറെ കാഴ്ചകളുണ്ട്. നമുക്ക് ജീവിക്കാൻ ഊർജ്ജം നൽകുന്നതും ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നതും ഇത്തരം കാഴ്ചകളാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ ഇത്തരം കാഴ്ചകൾ കാണാതെ പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കവിതയിലൂടെ മാധവൻ അയ്യപ്പത്ത്. ഒരു കാലത്ത് നമുക്ക് കൈമുതൽ ഉണ്ടായിരുന്നതെല്ലാം ഓരോന്നായി ഇന്നത്തെ മനുഷ്യർ വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ചോദിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ നാം വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയെ സൂചിപ്പിക്കുകയാണ് ഈ കവിതയിൽ. ഇനി അടുത്തത് വിശകലനക്കുറിപ്പാണ്. എല്ലാ കിണറും വറ്റിയിരിക്കുന്നു, കുളവും കൈത്തോടും പുഴയും വറ്റിയിരിക്കുന്നു. കടവിൽ കയറ്റി വെച്ചിരിക്കുന്ന കടത്തുവെള്ളത്തിൻ്റെ പിരിഞ്ഞ അമരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനിടയിൽ തല തിരുകിയിരുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു. നദിക്കരയിലെ വരണ്ട മണലിൻ്റെ മുനകളിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി കിടന്നു. ശാന്ത, കടമനിട്ട. പുഴകൾ വറ്റിയാൽ മനുഷ്യജീവിതം വറ്റുന്നു. മനുഷ്യവംശത്തിൽ നിന്ന് സംസ്കാരം ഊർന്നു പോകുന്നു. പുഴകൾ ദേവതകൾ. NP മുഹമ്മദ്. കടമനിട്ട അവതരിപ്പിക്കുന്ന മൊഴിയുടെ ദൈന്യതയും NP മുഹമ്മദിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കുട്ടിക്കാലം മുതൽ തൻ്റെ ജീവിതവുമായി അടർത്തിയെടുക്കാനാവാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്ന കല്ലായി പുഴയെ ഓർമ്മിക്കുകയാണ് തൻ്റെ ലേഖനത്തിലൂടെ എഴുത്തുകാരനായ NP മുഹമ്മദ്. തൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും പുഴ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നൊരന്വേഷണം കൂടിയാണ് ലേഖനം. ശക്തമായ വേനലിൽ കിണറും കുളവും കൈത്തോടും പുഴകളും എല്ലാം വറ്റി വരണ്ടു. വെള്ളം വറ്റിയതോടെ കടത്തുകാരന് തൊഴിൽ ചെയ്യാൻ കഴിയാതെയായി. നദിക്കരയിലെ വരണ്ട മണ്ണിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് അയാൾ. പുഴ വറ്റിയതോടെ അയാളുടെ ജീവിതവും പ്രതിസന്ധിയിലാകുന്നു. പുഴയുടെ ദയനീയത മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുക. പുഴകളും മനുഷ്യജീവിതവും എത്രമാത്രം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കടമനിട്ടയും NP മുഹമ്മദും. ഇനി മര പ്ലസ് പലക, മരപ്പലക. വെള്ള പ്ലസ് പരപ്പ്. പ ഇരട്ടിക്കേണ്ട ഒരു പ മതി. വെള്ള പ്ലസ് പരപ്പ്. ഇവിടെ ശ്രദ്ധിക്കൂ. പ
ഇരട്ടിച്ചതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാ മതി, രണ്ട് കൂട്ടി എഴുതുമ്പോഴാണ് ഇരട്ടക്ഷരം ആകുക. ഇനി അടുത്തത് ഉപന്യാസമാണ്. കെട്ടുകല്യാണം അനാചാരമാണെന്നും അതിനു വേണ്ടിയുള്ള ആർഭാടവും ധൂർത്തും ഉപേക്ഷിക്കണമെന്നും ശ്രീനാരായണ ഗുരു ജനങ്ങളോട് പറഞ്ഞത് നാം പാഠഭാഗത്ത് കണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാടുകളിൽ നടക്കുന്ന വിവാഹാഘോഷങ്ങളിൽ സ്ത്രീധനം ഉൾപ്പെടെ അനാവശ്യമായ ആർഭാടും ധൂർത്തും അതുമൂലമുണ്ടാകുന്ന ദുരന്തങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസം എഴുതേണ്ട സബ്ജക്റ്റ് എന്താണ്? വിഷയം വിവാഹാഘോഷങ്ങളിലെ അനാവശ്യ ആഡംബരം. അത് നമ്മൾ ഇവിടെ ഹെഡിങ് ആയിട്ട് എഴുതണം. അതിസമ്പന്നരായ ആളുകളുടെ വിവാഹാഘോഷങ്ങൾ കണ്ട് അത് അതേപടി അനുകരിക്കുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനവും ഇത്തരം കാര്യങ്ങളുണ്ട്. മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന പല ചടങ്ങുകളും വിവാഹാഘോഷങ്ങളുടെ ഭാഗമായി കടന്നു വരുന്നത് ഇങ്ങനെയാണ്. കൂടാതെ ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും ഭക്ഷണത്തിലുമെല്ലാം അനാവശ്യമായ ആഡംബരങ്ങളാണ് ഉള്ളത്. ഇതിനെല്ലാമുള്ള പണം വീടും സ്ഥലവും പണയപ്പെടുത്തിയ പോലും കണ്ടെത്തുന്നവരും കുറവല്ല. ഒടുവിൽ കടം പെരുകി തിരിച്ചടയ്ക്കാനാവാതെ വലയുന്ന സ്ഥിതിയിലെത്തുന്നു. ഇത് പല കുടുംബങ്ങൾക്കും സാമൂഹിക സന്തുലനാവസ്ഥ തന്നെ തകർക്കുന്നു. ഇത് സമൂഹത്തെ ആകമാനം ദോഷകരമായ ബാധിക്കുന്നു. ആഡംബരത്തിനും ധൂർത്തിനും എതിരായിരുന്ന ഗുരു അനാവശ്യമായ ധനച്ചെലവ് ഒരു മംഗളത്തിനും പാടില്ല എന്നും ജനങ്ങളെ ഉപദേശിച്ചു. ഇനി അടുത്തൊരു സംഭാഷണമാണ്. പുഴ എന്ന പാഠത്തെ കല്ലായി പുഴയെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയപ്പോൾ നിങ്ങൾ കല്ലായി പുഴയോട് കിന്നാരം പറഞ്ഞു പുഴ തിരിച്ചും. നിങ്ങൾ പല വിശേഷങ്ങളും കൈമാറി. നിങ്ങൾ തമ്മിൽ നടന്നേക്കാവുന്ന സംഭാഷണം സങ്കല്പിച്ചെഴുതുക. അപ്പോൾ രാജു: ഹായ് കല്ലായിപ്പുഴ, നിന്നെക്കുറിച്ച് പലതും എനിക്കറിയാം. അപ്പോൾ കല്ലായിപ്പുഴ പറയാം: ആഹാ, നീ ആള് കൊള്ളാമല്ല, എന്തെല്ലാമാണ് എന്നെക്കുറിച്ച് നിനക്കറിയാവുന്നത്? അപ്പോൾ രാജു പറയാൻ: ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മരവ്യവസായ കേന്ദ്രമായിരുന്നു ഈ കൊച്ചുപുഴ. അപ്പോൾ കല്ലായിപ്പുഴ പറയാൻ: അതൊക്കെ ഒരു കാലമായിരുന്നു. ചെളിയിലും വെള്ളത്തിലും പുളഞ്ഞു കിടക്കുന്ന മരത്തടികൾ, അവയ്ക്കിടയിലുള്ള മനുഷ്യജീവിതങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ, ദുഃഖങ്ങൾ. രാജു: എനിക്കെല്ലാം അറിയും, അതുകൊണ്ടാണ് നിന്നെ കാണാൻ ഞാൻ ഇവിടെ വന്നത്. കല്ലായിപ്പുഴ: നല്ല കുട്ടി, ഇനിയും നീ എന്നെ കാണാൻ വരണം. ഞാനിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ ഓരോ പ്രവൃത്തി കാരണം ഞാനിനി ഉണ്ടാവുമോ എന്നും എനിക്കറിയില്ല. രാജു: നീ അതോർത്തൊന്നും വിഷമിക്കണം. നീ പഴയതുപോലെ സന്തോഷത്തോടെ ഒഴുകാൻ ഞാനാവുന്നത് ചെയ്യും. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന കുറിപ്പ് വായിച്ചു നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ട്. കുറച്ച് മഴക്കാറും നനവുമുള്ള ദിവസങ്ങളിലാണ് ഇത് പ്രത്യക്ഷപ്പെടുക. 7 നിറങ്ങൾ മനോഹരമായി ഒന്നൊന്നായി ചാലിച്ചടുക്കിയ ഒരു വലിയ വില്ലിൻ്റെ ആകൃതിയിൽ ആകാശത്ത് ഈ അത്ഭുതം തെളിയുന്നു. ഏത് മഹാചിത്രകാരനാണ് ഇതിൻ്റെ പിന്നിൽ? പ്രകൃതി എന്നാണ് ഉത്തരം. സൂര്യനും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും അദൃശ്യ തരംഗങ്ങളും എല്ലാം കൂടിച്ചേർന്ന് ഈ സൗന്ദര്യം നമ്മെ കാട്ടിത്തരുന്നു. പക്ഷേ നിങ്ങൾ ഈ കാഴ്ച കണ്ടിട്ടുണ്ട് എന്നെനിക്ക് സംശയമാണ്. മുകളിലേക്ക് മാനത്തേക്ക് ഇടയ്ക്കിടെ നോക്കിയാൽ മാത്രമേ ഈ കാഴ്ചകളൊക്കെ കാണാനൊക്കെയുള്ളൂ. നോക്കിയാൽ പിന്നെയും പലതും കാണാം. ആകാശത്ത് ചിറകുകൾ ചലിപ്പിക്കാതെ പറന്നു വട്ടം ചുറ്റുന്ന പരുന്തുകൾ, പല പല വിചിത്രാകൃതിയിൽ മാറി മാറി അണിയുന്ന മേഘങ്ങൾ, പഞ്ഞിക്കെട്ട് പോലെ, തിരകൾ പോലെ, വെളുത്ത കുന്നുകൾ പോലെ, കിളിച്ചിറകുകൾ പോലെ. സുഗതകുമാരി: എന്തിനെയാണ് മായാദൃശ്യമായി സൂചിപ്പിച്ചിരിക്കുന്നത്? ആകാശത്തെ കിളിച്ചിറകുകളെ, മഴവില്ലിനെ. അപ്പോൾ ഉത്തരം എന്താണ്? മഴവില്ലിനെ. തിരകൾ പോലെ കാണപ്പെടുന്നത് എന്താണ്? തിരകൾ പോലെ കാണപ്പെടുന്നത് എന്താണ്? അപ്പോൾ ഇത് തന്നെ ഉണ്ട് ഉത്തരം. തിരകൾ പോലെ കാണുന്നത് എന്താണ്? മേഘങ്ങൾ. ഇനി അടുത്തത്, ആകാശത്തെ 7 നിറങ്ങൾ ചാലിച്ചെടുത്തിയ മഹാചിത്രകാരൻ ആര്? പ്രകൃതി. മാനം എന്ന വാക്കിന് സമാനാർത്ഥം വരുന്ന 2 പദങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? വാനം, ഗഗനം. ഓക്കെ. ഇനി അടുത്തത് ആസ്വാദന കുറിപ്പാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള നിഷ്കളങ്ക സ്നേഹം ഒരു ചിത്രം എന്ന കവിത നിങ്ങൾ കണ്ടുവല്ലോ. ഈ കവിത വായിച്ചു നോക്കൂ. കൊച്ചനുജത്തി കുട്ടിക്കുറുമ്പിയെ പിച്ച വേപ്പിച്ചൻ കുഴഞ്ഞു. മിണ്ടാതിരിക്കുകയില്ലവൾ നിർത്താതെ കിന്നാര മോദിയൻ വായി കടഞ്ഞു. കണ്ടതു കയറിപ്പിടിച്ചവൾ ഇടാത്ത കുഴപ്പമില്ല. എപ്പോഴും എന്നോട് അരുതെന്ന് ചൊല്ലുമെൻ അച്ഛനും കൊഞ്ചിപ്പതെന്തുകൊണ്ടോ. അമ്മയ്ക്കുമില്ല പരാതി, അവൾ കൊച്ചു കുഞ്ഞല്ലി എന്നേ പറഞ്ഞിടുന്നു. എങ്കിലും സ്കൂള് വിട്ടെത്തുമ്പോൾ ഉമ്മറത്തില്ലെങ്കിൽ എൻ്റെ കണ്ണു നിറയുമേ. ആണയിടാം എൻ്റെ കുഞ്ഞനിയത്തിയൻ ജീവനാണ്. ആത്മാരാമൻ. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. കല്യാണ സൗഗന്ധികം തുള്ളൽ രചിച്ചത് ആരാണ്? എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി. ആരാണ്? കുഞ്ചൻ നമ്പ്യാറാണ്. ഓടയിൽ നിന്ന് എന്ന നോവലിൻ്റെ രചയിതാവ് ആര്? KP കേശവമേനോൻ, തകഴി, B കേശവദേവ്. അപ്പോൾ നമുക്ക് ഈ ഒരു
കൊച്ചനുജത്തി എന്ന ഒരു കവിതയാണ്, മനോഹരമായ കവിതയാണ്. സഹോദര സ്നേഹത്തിൻ്റെ ഒരു കവിതയാണ് അത്. അപ്പോൾ അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാം. നിഷ്കളങ്കമായ സഹോദര സ്നേഹമാണ് ആത്മാവിൻ്റെ കൊച്ചനുജത്തി എന്ന കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കുഞ്ഞനുജത്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് കവി ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. വായനക്കാരുടെ ഉള്ളിലും സ്നേഹത്തിൻ്റെ മൊട്ടുകൾ വിരിയിക്കുന്നു. കുട്ടിക്കുറുമ്പിയായ കൊച്ചനുജത്തിയെ പിച്ചവയ്പ്പിച്ച് തൻ്റെ കൈ കുഴിഞ്ഞു എന്നാണ് കവി പറയുന്നത്. ഒരു നിമിഷം പോലും മിണ്ടാതെ ഇരിക്കാത്ത അവളോട് കിന്നാരം പറഞ്ഞ് തൻ്റെ വായ് കഴിഞ്ഞു എന്നും പറയുന്നു. കണ്ടതെല്ലാം കയറിപ്പിടിച്ച് അവൾ ഉണ്ടാക്കാത്ത കുഴപ്പമൊന്നുമില്ല. എപ്പോഴും കവിയോട് അരുതെന്ന് പറയുന്ന അച്ഛൻ അവളെ കൊഞ്ചിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കവി അത്ഭുതപ്പെടുന്നു. അമ്മയ്ക്കും പരാതിയില്ല, കൊച്ചു കുഞ്ഞാണെന്നാണ് അമ്മ പറയുന്നത്. ഇതൊക്കെയാണെങ്കിലും സ്കൂളിൽ വിട്ടു വരുമ്പോൾ ഉമ്മറത്ത് അവളെ കണ്ടില്ലെങ്കിൽ തൻ്റെ കണ്ണു നിറയുമെന്നാണ് കവി പറയുന്നത്. കാരണം കുഞ്ഞനുജത്തി തൻ്റെ ജീവനാണ്. കുഞ്ഞനുജത്തിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണിത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. കുറിപ്പ് എഴുതാനാണ്. വടക്കേ മലബാറിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തനതു കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത്. ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം. മനോഹരമായ മുഖത്തെഴുത്തും കുരുത്തോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള ആടയാഭരണങ്ങളും തെയ്യത്തിനുണ്ട്. ചെണ്ട, ചേങ്ങില, ഇലത്താളി, കുറുങ്കുഴൽ, തകിൽ തുടങ്ങിയ വാദ്യോപകരണങ്ങളും ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്നു. തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ച് തന്നിരിക്കുന്ന കുറിപ്പ് വായിച്ചില്ലേ? നിങ്ങൾ പരിചയമുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. സാബിർ ബാബു പിൽക്കാലത്തെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനായി മാറിയ. ഏത് പേരിൽ? ബാബുരാജ് അബ്ദുൽ ഖാദർ മെഹബൂബ്. ശരിയായ ഉത്തരം ബാബുരാജ്. സമുദായ സൗഹാർദ്ദത്തെ കാണിക്കുന്ന പടയണിലെ ഒരു വേഷം എന്താണ്? കുഞ്ഞുണ്ണി, കുരുവി, അന്തോണി. എന്താണ്? അന്തോണിയാണ്. ഇനി നമുക്ക് പരിചയപ്പെടാം, ഒരു അനുഷ്ഠാന കലയെ പരിചയപ്പെടാം. കാളിയോട്ട്. ദക്ഷിണ കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്താറുള്ള ഒരു അനുഷ്ഠാന കലയാണിത്. കാളി ദാരിക വധമാണ് പശ്ചാത്തലം. 9-11 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഇതിനുണ്ട്. കലാരൂപം അരങ്ങേറുന്നതിൻ്റെ ആദ്യ ദിവസം ഭഗവതിയെ ക്ഷേത്രത്തിനു പുറത്തുള്ള കാവൽ മാടപ്പുരയിലേക്ക് എഴുന്നള്ളിക്കും. വെള്ളാട്ടം കളി എന്നൊരു സംഘനൃത്തം ഇതോടൊപ്പം ഉണ്ട്. നാരദൻ്റെ പുറപ്പാട് 3-ാം ദിവസമാണ്. 4-ാം ദിവസം കാവലിയുടെ നായർ പുറപ്പെട്ട് നന്ദികേശനെ നായരാക്കുന്ന ചടങ്ങാണ് ഓലംപള്ളി. ഉംഗ്രംപള്ളി എന്നീ വാഹനങ്ങളുടെ പുറപ്പാട് 5-ാം ദിവസമാണ്. 6-ാം ദിവസം കണിയാരുടെ പുറപ്പാടും 7-ാം ദിവസം ദേവിയുടെ വരവും 8-ാം ദിവസം മുടിയീഴ്ചൽ, ദാരികാന്വേഷണം തുടങ്ങിയവുമാണ്. 9-ാം ദിവസം മുടിയേറ്റും പോരും പറയണേറ്റും കുരുതിയും നടക്കും. തെങ്ങുതടി ഉയരത്തിൽ നാട്ടി പലക പാകി തട്ടുകൾ കെട്ടി അതിലിരുന്നാണ് കാളിയും ദാരികനും പോർവിളി നടത്തുന്നത്. കാളിയൂട്ടിന് കാളിയാട്ടം എന്നും പറയാറുണ്ട്. ഇനി അടുത്തത്, ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കൾ, അധ്യാപകരും. മഹാത്മാഗാന്ധി. കോവിഡ് കാലത്ത് നിങ്ങളുടെ പഠനം എങ്ങനെയായിരുന്നു? ആരെല്ലാമാണ് നിങ്ങളെ പഠനത്തിന് സഹായിച്ചത്? സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തി ഗാന്ധിജിയുടെ മേൽ പ്രസ്താവനയെ നിങ്ങളുടെ അഭിപ്രായം ഒരു കുറിപ്പായി രേഖപ്പെടുത്താനാണ്. മാതൃക പോലെ എഴുതുക. സസ്നേഹം, സ്നേഹത്തോടു കൂടി. സസന്തോഷം, സന്തോഷത്തോടു കൂടി. പുരുഷാരം എന്നർത്ഥം വരുന്ന പദം ഏത്? സാഗരം, ആൾക്കൂട്ടം, ആരവം. പുരുഷാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കൂട്ടമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉത്സവത്തിൻ വിലാസങ്ങൾ പോലും മത്സരത്തിന് മാത്രമാണെങ്കിൽ അന്തമറ്റൊരു ജീവിതമേതവും പന്തയമെന്ത് അതിലെന്ത് കാര്യം? സാധ്യമെന്ത്? തൊട്ടാവാടി.